ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ടോപ്പിക് ഒരു മച്ച് നീഡഡ് ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്നൊരു ന്യൂസ് ട്രെൻഡാണ്. ജീവിതത്തിൽ ഒരു കുഞ്ഞ് ഇൻകൺവീനിയൻസ് ഉണ്ടായാൽ പോലും അതിനെല്ലാം ഒരു ഗീവ് അപ്പ് സിറ്റുവേഷനിലേക്കാണ് മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ കൊണ്ടുപോകുന്നത്. ആത്മഹത്യ, കൊലപാതകം, ഒളിച്ചോട്ടം, അങ്ങനെ എന്തൊക്കെയല്ലേ ന്യൂസിൽ കാണുന്നത്. സോ അതെല്ലാം കാണുന്ന സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് ഐ ഷുഡ് സേ സംതിങ് അബൌട്ട് ദിസ്. ബിക്കോസ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വീഴ്ചകൾ പറ്റാത്തതായിട്ട് ആരും ഉണ്ടാവത്തില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളെ വിട്ടു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്തൊരു വർക്ക് ഒറ്റയടിക്കൊരു റിജക്ഷൻ കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ആക്സിഡൻറ്റ് പറ്റിയതായിരിക്കാം. എൻ്റെ അറ്റ് ദ ഏജ് ഓഫ് 22 ഐ ഗോട്ട് പാരലൈസ്ഡ് ആൻഡ് ഐ ബിക്കം എ വീൽ ചെയർ യൂസർ. എനിക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്: ഗിവ് അപ്പ് ഓർ ഫൈറ്റ് ബാക്ക്. ട്രസ്റ്റ് മീ, രണ്ടാമത്തെ ഓപ്ഷൻ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. എവ്രി ഡേ, ഇപ്പോഴും എല്ലാ ദിവസവും എനിക്കൊരു ജേർണിയാണ്, ഒരു സ്ട്രഗിൾ ആണ്. പക്ഷെ ഐ ചോസ് ദാറ്റ് ഓൺലി. ബിക്കോസ് മനസ്സിലാക്കുക, നമ്മളുടെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മീൻസ് യുവർ ലൈഫ് ഈസ് ഓവർ. ദാറ്റ് മീൻസ് ദാറ്റ്സ് ജസ്റ്റ് എ ചാപ്റ്റർ. നിങ്ങൾക്ക് ആ ചാപ്റ്റർ കഴിഞ്ഞ് പേജ് മറിച്ച് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാനുള്ള ഒരു പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. സോ ഇൻ ദിസ് വീഡിയോ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് how can we overcome the setbacks in our life and how can we come back stronger. So in this video I am going to talk about my own experience. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തത്, ഞാൻ എങ്ങനെയാണ് അതിൽ നിന്നും വെളിയിൽ വന്നത്. ആൻഡ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു ഹോപ്പ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റക്ക് ആയിട്ടോ ഉള്ളൊരു സിറ്റുവേഷൻ ആണ് ലൈഫിൽ, സ്വന്തം വേർത്ത് തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ യു ഷുഡ് വാച്ച് ദിസ് വീഡിയോ ടിൽ ദ എൻഡ്. ആൻഡ് ഐ എം ഷുവർ നിങ്ങൾ അവസാനമാവുമ്പോഴേക്കും ബൈ ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെങ്കിലും യു ക്യാൻ സ്റ്റിൽ ഫൈറ്റ് ബാക്ക് ആൻഡ് കം ബാക്ക് സ്ട്രോങ്ങർ. ഈ ലൈഫിനുണ്ടല്ലോ നമ്മളെ സർപ്രൈസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതെപ്പോഴും നല്ല രീതിയിൽ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി എല്ലാം വളരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് അവസാന നിമിഷം ഒരു കരയ്ക്ക് എത്തിക്കാറാവുമ്പോഴായിരിക്കും ബൂം എന്തെങ്കിലും സംഭവിക്കുന്നത്. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിലെ മുതലുള്ള ഒരു ആഗ്രഹമാണ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം, തനിയെ ട്രാവൽ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഒരു 2022 ആയപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു എബിലിറ്റി, കപ്പാസിറ്റി ഒക്കെ ഉണ്ടായതും എൻ്റെ വീട്ടുകാർക്ക് എന്നെ വിടാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായതും. സോ ആ സമയത്താണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാം ബാക്ക് ടു സീറോ. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും എനിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം. അതുപോലെ തന്നെ ഞാൻ നടക്കാനായിട്ട് ഒന്നു മുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട അവസ്ഥയായി ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്കൊരു മേജർ സെറ്റ് ബാക്ക് വരുമ്പോഴേക്കും മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായതായിരിക്കാം. മേ ബി ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രിയപ്പെട്ടവരുടെ വിടവാങ്ങലായിരിക്കാം, ഓർ മേ ബി ഒരു ചതിയായിരിക്കാം. അങ്ങനെ പല എക്സാമ്പിൾസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നിങ്ങൾ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. കരഞ്ഞോളൂ, വിഷമിച്ചോളൂ, കാരണം നമ്മൾ മനുഷ്യനല്ലേ, അതൊക്കെ ഉണ്ടാവും. ഇറ്റ്സ് ഓൾ ആൻഡ് ലൈക്ക് പാർട്ട് ഓഫ് ദ പ്രോസസ്സാണ്. പക്ഷേ അതിൽ നിന്നും നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായിരിക്കുവാണോ അതോ അതിൽ നിന്നും ഒരു 0.1 എങ്കിലും ഇംപ്രൂവ് ആവുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അക്സെപ്റ്റ് ആൻഡ് ഫീൽ ദ പെയിൻ. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഇങ്ങനൊരു വീഴ്ച ഉണ്ടാകുമ്പോഴേക്കും അതിൽ നിന്ന് ഒളിച്ചോടാനാണ് പലരും ശ്രമിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തന്നെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഒരു 3 to 4 months ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെയും കോൾസൊന്നും അങ്ങനെ ആൻസർ ചെയ്തിട്ടില്ല. ബിക്കോസ് ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനും അതിങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയാനും ഞാൻ റെഡി അല്ലായിരുന്നു. സോ അത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ബിക്കോസ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു നന്നായിട്ട് ഷേക്ക് ചെയ്തൊരു സോഡാ ബോട്ടിൽ, അത് ഓൾറെഡി അതിൽ നല്ല പ്രഷറുണ്ട്, അത് നിങ്ങൾ വീണ്ടും ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അത് തുറന്നു വിട്ട് ആ പ്രഷർ കളയാനായിട്ട് നിങ്ങൾ റെഡി ആവുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ എക്സ്പ്ലോഡ്, റൈറ്റ്? അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷൻസും. നമ്മൾ വീണ്ടും ആ ഇമോഷൻസിനെ ഇങ്ങനെ മറച്ചു വെച്ചിരുന്നാൽ ഫൈനലി അത് എക്സ്പ്ലോഡ് ആവും. അത് നമ്മുടെ കയ്യിലെത്താത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് എൻ്റെ റിയാലിറ്റി, ഞാനിത് മനസ്സിലാക്കിയേ പറ്റൂ. ആൻഡ് ഫീൽ ദ പെയിൻ. കരഞ്ഞോളൂ. നിങ്ങളെ എന്താണ് ഒരു ബെറ്റർ ആക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ ബെറ്റർ ആക്കുന്നത്. മേ ബി നിങ്ങൾക്ക് അതൊരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതായിരിക്കാം,
അങ്ങനെ എന്താണോ നിങ്ങളെ ബെറ്റർ ആക്കുന്നത് അത് ചെയ്യുക. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഷിഫ്റ്റ് ഫ്രം വൈ മീ ടു വാട്ട് നൗ. അതായത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ മീ? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ വരുന്നത്? എനിക്ക് മാത്രം ഒന്നും ശരിയാവുന്നില്ല, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഇങ്ങനെ ആവുന്നില്ല, എനിക്ക് അങ്ങനെ ആവുന്നില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും അതിനൊരു കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? ആ വൈ മീ എന്നതിൽ നിന്നും വാട്ട് നൗ, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്. ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ കാണുന്നു അതിനെ നമുക്ക് നമ്മുടെ ഗ്രോത്തിലേക്ക് എങ്ങനെ നമുക്ക് ഇങ്ങനെ തിരിച്ചു ഒടിച്ച് കൊണ്ടുവരാം എന്നുള്ള ആ ഒരു റീഫ്രെയിമിങ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. The third step is very crucial and this is called 5 second rule. ഇതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നൊക്കെ ഉള്ളത് കുറേ നാൾക്ക് മുന്നേ ഉള്ള ഒരു ആഗ്രഹമാണ്. പക്ഷേ അതിൽ എന്ത് കോണ്ടന്റ് ഇടും, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവുമോ, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാകും, എനിക്ക് എഡിറ്റിംഗ് അറിയില്ല, അങ്ങനെ പല പല പേടികളായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഒരു കാര്യം ചെയ്യാൻ മടിച്ചിരിക്കുവാണെങ്കിൽ ഈ മെൽ റോബിൻസിൻ്റെ 5 second റൂൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 to 1 വരെ എണ്ണാം. ലൈക്ക് 5, 4, 3, 2, 1 ഡു ഇറ്റ്. അത്രയും എണ്ണുക, അപ്പം ചെയ്യുക. പിന്നെ വേറൊരു സെക്കൻഡ് തോട്ടിന് ഒരു സമയം കൊടുക്കരുത്, അപ്പം തന്നെ അതൊന്ന് ചെയ്തേക്കണം. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന്. സോ ദിസ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ്. നമ്മൾ ഓൾറെഡി ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ബാക്ക് റുട്ടീൻ ക്രിയേറ്റ് ചെയ്യണം. എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ലൈഫ് ലോങ് എന്തിനെങ്കിലും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനൊരു വീഴ്ച പറ്റിയിട്ട് ഇനി ഒന്നുമില്ല, എല്ലാം നശിച്ചു എന്നൊരവസ്ഥയിലായിരിക്കും നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഞാൻ ആ ഒരു സിറ്റുവേഷനിലായിട്ടുണ്ട്. പക്ഷേ ഐ എം സ്റ്റാർട്ടിങ് ഇറ്റ് അഗെയിൻ. ഇപ്പോഴത്തെ എൻ്റെ റുട്ടീൻ എന്ന് പറയുന്നത് എൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ് ആൻഡ് ഓൾസോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്യുവാണ് ഞാൻ. ആൻഡ് ഐ ഹാവ് എ റുട്ടീൻ ഫോർ ദാറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്കും മേ ബി അത് ഇച്ചിരി നേരത്തെ എണീക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് എല്ലാം ഒന്ന് ജേർണൽ ചെയ്ത് വെക്കാം, മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കാം, ബുക്സ് വായിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആ റുട്ടീൻ ഡെയിലി ചെയ്തു വരുമ്പോൾ യു വിൽ ഹാവ് എ ഐഡൻറ്റിറ്റി. സോ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗ്രോത്ത് മൈൻഡഡ് പീപ്പിൾ. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങളൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ ടോക്സിക് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ അടുപ്പിക്കുകയും ചെയ്യരുത്. അത് നിങ്ങളെ വീണ്ടും ബാക്കിലോട്ട് വലിക്കത്തേ ഉള്ളൂ. എൻ്റെ ആക്സിഡൻറ്റിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, എൻ്റെ ഗ്രോത്തിന് വേണ്ടി ജെന്യുവൻലി ഹാപ്പി ആയിട്ടുള്ള ഇച്ചിരി പ്യുവർ സോൾസ് ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ എന്നെ കണ്ട് സഹതപിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ഇറ്റ് വാസ് മൈ ഡിസിഷൻ ആരെയൊക്കെ എൻ്റെ ചുറ്റും നിർത്തണം എന്നുള്ളത്. സോ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ മൈൻഡ് സെറ്റിന് ആരാണോ നല്ലത് എന്നുള്ള ആ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക, അവരെ മാത്രം അടുപ്പിക്കുക. ഓക്കെ, പറയാൻ പോകുന്നൊരു പവർഫുൾ സ്ട്രാറ്റജിയാണ് ഫൈൻഡ് പർപ്പസ് ഇൻ യുവർ പെയിൻ. നിങ്ങളുടെ പെയിൻ എങ്ങനെ പർപ്പസ് ആക്കി മാറ്റാം. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിക് വുചിച്ച്. അതായത് കയ്യും കാലും ഒന്നും ഇല്ലാതെ ജനിച്ചൊരു മനുഷ്യനാണ് ഒരു റെയർ കണ്ടീഷൻ കൊണ്ട്. You see, there is a hope that helps us tremendously through bigger disabilities than we think of from day to day. I never was loved. I was rejected. I was humiliated by my boyfriend, by my girlfriend. I feel alone. I feel ugly. I just feel like I'm going to be a failure for the rest of my life. I want you to know that the fear of being alone and having no purpose in your life is one of the most disabling things that you'll ever experience in your life. Do I look disabled to you today? അടുത്തത് അരുണിമ സിൻഹ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു നാഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. ആളൊരു ട്രെയിൻ യാത്രക്കിടയിൽ ആരോ അവരെ തള്ളിയിടുകയും ട്രെയിൻ കാലിലൂടെ കൂടെ കയറിയിട്ട് കാല് ആംബ്യൂട്ട് ചെയ്ത് കളയേണ്ടിയും വരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ തളർന്നു പോകാതെ അവർ മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്യുകയാണ് പിന്നീട് ഉണ്ടായത്. സോ ഒരു പ്രശ്നം വരുമ്പോൾ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായി അവിടെ നിൽക്കണോ, അതോ അതിൻ്റെ ആ ഒരു പെയിനിൽ നിന്ന് ഒരു പർപ്പസ് കണ്ടെത്തി വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണോ എന്നുള്ളത് നമ്മുടെ തീരുമാനം.
ഫൈനലി എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് പറയണം. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പം പരിപാടിയല്ല. എനിക്ക് നിങ്ങളോട് കള്ളം പറയാൻ ഒരു താല്പര്യമില്ല. സോ ദാറ്റ്സ് വൈ ഐ എം സേയിങ് ഹീലിംഗ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. ഒരുപാട് ടൈം, ഒരുപാട് എഫേർട്ട് എല്ലാം എടുക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. സോ ഇന്നു മുതൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് സ്മോൾ. എന്തോ ആയിക്കോട്ടെ, എത്ര കുഞ്ഞതോ ആയിക്കോട്ടെ, അതിൻ്റെ കാര്യമില്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. ആൻഡ് ഓൾസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻ ആവുകയാണെങ്കിൽ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ 100% ഓഫ് ദ വേഴ്സ്റ്റ് ഡേയ്സ് ഓൾറെഡി സർവൈവ് ചെയ്ത് കഴിഞ്ഞു. ഇതും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സർവൈവൽ സ്റ്റോറി എഴുതാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു ചാപ്റ്റർ മറിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് അതിനുള്ള പവറുമുണ്ട്. സോ യു ഹാവ് ടു ഡു ദിസ്. സോ ഇഫ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ടു യു, ഇങ്ങനൊരു സെറ്റ് ബാക്ക് ജേർണി നടത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ, ഇത് അത്യാവശ്യം എന്ന് തോന്നുന്ന ആർക്കും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ആൻഡ് ഓൾസോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ റിമെമ്പർ, life may knocks you down, but the power to rise again is in your hands. I believe in you. Bye bye.